ഹാപ്പി ഗാർഡനിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയെന്ന് ഉറപ്പുവരുത്തുക. എങ്കിൽ മാത്രമേ ഈ ചാനലിൽ വരുന്ന പുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിമിഷനേരം കൊണ്ട് അറിയാൻ സാധിക്കൂ. നമുക്കെല്ലാവർക്കും ഒരുപാട് ഉപദ്രവം ചെയ്യുന്ന ഒരു കീടാണ് വെള്ളീച്ചകൾ. വെള്ളീച്ചകൾ ഒരിക്കലും നമ്മുടെ തോട്ടത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവയെ നമുക്ക് തുരത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പം സാധിക്കുന്ന ഒരു കാര്യമില്ല. ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് വെള്ളീച്ചകളെ നമ്മുടെ തോട്ടത്തിൽ നിന്ന് അകറ്റി നിർത്താൻ പറ്റുള്ളൂ. പക്ഷേ വളരെ എളുപ്പത്തിൽ വെള്ളീച്ചകളെ നമ്മുടെ തോട്ടത്തിൽ നിന്ന് അകറ്റി നിർത്താൻ പറ്റിയ ഒരു ജൈവ കീടനാശിനിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് വീട്ടിൽ കിട്ടുന്ന വെറും 3 കാര്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് നിർമ്മിക്കാൻ പറ്റുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പെസ്റ്റിസൈഡാണിത്. വെള്ളീച്ചകൾ മാത്രമല്ല വേറെയും ഒത്തിരി കീടങ്ങൾക്കെതിരെ പ്രയോഗിച്ച് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു പെസ്റ്റിസൈഡാണിത്. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും വീട്ടിൽ തയ്യാറാക്കാം. അതെങ്ങനെ തയ്യാറാക്കാം അതിനെക്കുറിച്ചുള്ള ഒരു കൊച്ചു വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഒത്തിരി പേർക്ക് നമ്മുടെ വീഡിയോ കണ്ട ശേഷം ഒത്തിരി സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. പലരും അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്താറുണ്ട്. അപ്പോൾ അങ്ങനെ കമൻറ്റായിട്ട് ചോദിക്കുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും വീഡിയോ കണ്ടിട്ട് ഒരുപാട് സംശയങ്ങളുണ്ട്, നിങ്ങൾക്ക് ക്ലിയർ ചെയ്യണം എന്നൊക്കെ തോന്നുന്നുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം, വോയിസ് അയക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ചെടികളെക്കുറിച്ച് മനസ്സിലാക്കണം എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ആക്റ്റീവാണ്. നിങ്ങൾ അയക്കുന്ന എല്ലാ മെസ്സേജുകളും ഞാൻ നോക്കിയിട്ട് എല്ലാത്തിനും റിപ്ലൈ തരാൻ ശ്രമിക്കാം. ഇൻസ്റ്റാഗ്രാം ID രമേശ് AFT എന്നാണ്. ആ ഒരു അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ മെസ്സേജ് അയക്കാം. പിന്നെ നമ്മൾ വീഡിയോകൾ ഇപ്പോൾ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോകളും കൂടാതെ ബോണസ് വീഡിയോകളും നമ്മൾ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാത്ത വീഡിയോകളൊക്കെ നമ്മൾ ഇനി ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്യുന്നതാണ്. കൃഷിയെക്കുറിച്ച് അല്ലെങ്കിൽ ഗാർഡനിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഹാപ്പി ഗാർഡനിങ് മലയാളം എന്നുള്ള ഒരു പേജ് ഒന്ന് ലൈക്ക് ചെയ്തിടുക. നിങ്ങൾക്ക് അതിൽ വരുന്ന പുതിയ വീഡിയോകളൊക്കെ ഒന്ന് മനസ്സിലാക്കാനും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ചെടികളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനൊക്കെ പറ്റും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ഈ പെസ്റ്റിസൈഡ് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് 3 അല്ലി വെളുത്തുള്ളിയാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം സോപ്പാണ്. നമ്മൾ അലക്കാനൊക്കെ ഉപയോഗിക്കുന്ന സോപ്പാണെങ്കിൽ ഏറെ ബെറ്ററാണ്. ഇനി അലക്കുന്ന സോപ്പില്ല, നമ്മൾ സോപ്പ് പൊടിയാണ് ഉപയോഗിക്കാറെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പ് ഉണ്ടല്ലോ, അത് ഒരു ചെറിയൊരു പീസ് എടുക്കുക. ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഒരു ചെറിയ അളവിലുള്ളൊരു പീസാണ് വേണ്ടത്. പിന്നെ വേണ്ടത് 2 സ്പൂണ് മുളക് പൊടിയാണ്. നമ്മൾ കാശ്മീരി മുളക് പൊടി ഇല്ലാതെ നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള എരിവ് കൂടുതലുള്ള മുളക് പൊടി എടുക്കുക. അളവ് അല്പം കൂടിയെന്ന് വെച്ച് പ്രശ്നമൊന്നുമില്ല, കുറയാതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു മുളക് പൊടി നമ്മളൊരു ചെറിയൊരു ക്ലോത്തിൽ നമ്മൾ എടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത ഈ ഒരു വെളുത്തുള്ളി ചതച്ചിട്ടെടുക്കുക. പിന്നെ വേണ്ടത് ഒരു പാത്രത്തിൽ 1 ലിറ്റർ വെള്ളമാണ്. നമ്മൾ നേരത്തെ എടുത്തുള്ള സോപ്പിൻ്റെ കഷ്ണം ഉണ്ടല്ലോ, ഈ സോപ്പ് കഷ്ണം നമ്മൾ ചെറുതായിട്ട് ചതച്ചിട്ട് നമ്മൾ ഈ 1 ലിറ്റർ വെള്ളത്തിൽ ഇട്ട് വെക്കുക. ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ എടുത്തുള്ള ഈ മുളക് പൊടിയും അതുപോലെ തന്നെ വെളുത്തുള്ളി നന്നായിട്ട് ഒരു കിഴി പോലെ ഒരു തുണിയിൽ കെട്ടിയ ശേഷം ഈ ഒരു വെള്ളത്തിൽ ഇട്ട് വെക്കുക. ഒരു 15 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുക. കുറച്ച് ഒരു അരമണിക്കൂറോ 2 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറെ ബെറ്ററാണ്. കാരണം ഇത് നന്നായിട്ട് നനഞ്ഞ് പുതർന്ന ശേഷമാണ് ഇതിലെ സത്ത് എല്ലാം ശരിക്കും പുറത്തോട്ട് വരിക. അതിന് വേണ്ടിയാണ് നമ്മളിതൊന്ന് വെയിറ്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇതിലെ സോപ്പ് നന്നായിട്ട് ഇതായിട്ട് മിക്സ് ആവുള്ളൂ. ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ സോപ്പ് അതിൽ കട്ട പിടിച്ചതിനെ കിട്ടും. അപ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒരു 15 മിനിറ്റ് മിനിമം നമ്മൾ വെയിറ്റ് ചെയ്ത ശേഷം ഇത് നന്നായിട്ട് പ്രസ് ചെയ്ത് ഇതിലെ ഈ സത്ത് നമ്മൾ ഈ ഒരു വെള്ളത്തിലേക്ക് ഞെക്കി പിഴിഞ്ഞെടുക്കുക. അപ്പോൾ ഞെക്കി പിഴിഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, എരിവുള്ള മുളകാണെങ്കിൽ നന്നായിട്ട് കൈയൊക്കെ നീറും. അപ്പം ഗ്ലൗസ് ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറെ ബെറ്ററാണ്. നന്നായിട്ട് ഞെക്കി പിഴിഞ്ഞ് വീണ്ടും വെള്ളമൊക്കെ ഒഴിച്ച് വെള്ളത്തിൽ മുക്കി നന്നായിട്ട് ഞെക്കി പിഴിഞ്ഞാൽ ഇതിൻ്റെ ശരിക്കും ഈ ഒരു വെളുത്തുള്ളിയുടെയും അതുപോലെ തന്നെ മുളകിൻ്റെയും സത്ത് ഈ ഒരു കിഴിയിൽ നിന്ന് പുറത്തേക്ക് വരും. അപ്പോൾ ഒരു 4-5 പ്രാവശ്യം നമ്മൾ ഞെക്കി പിഴിഞ്ഞ് ഇതിൻ്റെ സത്ത് ഇടുക. നമുക്കിത് വീണ്ടും 1 ലിറ്റർ വെള്ളത്തിലേക്ക് ഇതുപോലെ ഒരു അരമണിക്കൂർ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും 1 ലിറ്റർ വെള്ളത്തിലേക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. ഒരു 3-4 ലിറ്റർ ലിക്വിഡ് നമുക്കിതുപോലെ തയ്യാറാക്കിയെടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 1 ലിറ്ററിൻ്റെ ഒരു സ്പ്രേയറിലേക്ക് ഈ ഒരു ലായനി മാറ്റുകയാണ്. കരടൊന്നുമില്ലെങ്കിൽ നമ്മളിത് അരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സോപ്പ് ഇതിൽ കലക്കിയിട്ടുണ്ടല്ലോ, അപ്പോൾ സോപ്പിൽ എന്തെങ്കിലും കരടുണ്ടെങ്കിൽ ഒന്ന് അരിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന 1 ലിറ്ററിൻ്റെ ഒരു സ്പ്രേയറാണ്. അപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് സ്പ്രേയറാണ് ഉപയോഗിക്കുന്നതെന്ന്. നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് വളം വിൽക്കുന്ന കടയിൽ കിട്ടുന്ന 1 ലിറ്ററിൻ്റെ സ്പ്രേയറാണിത്. അപ്പോൾ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കുറേ കാലമായിട്ട് എൻ്റെ കയ്യിലുള്ള സ്പ്രേയറാണിത്. ഇതിൻ്റെ നോബൊക്കെ ഇതിനടുത്ത് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നോബ് ഞാൻ നമ്മുടെ സൂപ്പർ ഗ്ലൂ വെച്ച് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്പ്രേയർ മാറ്റാനായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്പ്രേയറിൽ നമ്മൾ ഒഴിച്ച ശേഷം ഡയറക്റ്റായിട്ട് നമുക്ക് എല്ലാ ചെടികളും സ്പ്രേ ചെയ്യാം. ഞാൻ എല്ലാ കീടനാശിനി തയ്യാറാക്കുമ്പോഴും പറയാറുണ്ട് ഒന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്യണമെന്ന്. ഈ ഒരു സംഭവം നമ്മൾ ഡൈല്യൂട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ ഡയറക്റ്റായിട്ട് നമുക്ക് ചെടികൾക്കെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കാം. ചെടികൾക്കൊന്നും യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. കീടങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുത്തുന്ന ഒരു കീടനാശിനിയാണിത്. നമുക്ക് വളരെ നാച്ചുറലായിട്ട് നമുക്ക് വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിക്കുന്ന കാരണം നമുക്ക് യാതൊരു പ്രശ്നങ്ങളും വരില്ല. സ്പ്രേ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചെടികളുടെ ഇലകൾക്കടിയിൽ മാക്സിമം സ്പ്രേ ചെയ്യാൻ ശ്രമിക്കുക. ഇലകൾക്കടിയിലാണ് വെള്ളീച്ചകൾ എപ്പോഴും വന്നിട്ട് നീരൂറ്റി കുടിക്കാറ്. ആ ഭാഗത്ത് നന്നായിട്ട് സ്പ്രേ ചെയ്ത് ഈ ഒരു ലായനി പറ്റിക്കുക.
അപ്പോൾ നമ്മൾ ഇത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെള്ളീച്ചയുടെ ആക്രമണം വളരെ കുറഞ്ഞു വരുന്ന നമുക്ക് കാണാൻ പറ്റും. ഇടയ്ക്കൊക്കെ നമുക്ക് സമയം കിട്ടുന്ന സമയങ്ങളിൽ ഇതൊന്നും ഉണ്ടാക്കിയിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീട് വെള്ളീച്ചകൾ നമ്മുടെ ചെടിയെ ആക്രമിക്കില്ല, മറിച്ച് അവ വേറെ ചെടികൾ അന്വേഷിച്ച് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ചെടിയിലേക്ക് പിന്നീട് വെള്ളീച്ചകൾ വരാതിരിക്കുന്ന നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന കറിവേപ്പ്, അതുപോലെ തന്നെ കാന്താരി മുളക്, തക്കാളി, ഈ ഒരു ചെടികളിലൊക്കെ നമ്മളിത് സ്പ്രേ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ എഫക്റ്റീവാണ്. നമ്മുടെ പച്ചക്കറികളെയും ചെടികളെയും നമുക്ക് സേഫ് ആക്കി എടുക്കാൻ വേണ്ടി ഈ ഒരു ലായനി നമുക്ക് വളരെ സിമ്പിളായി ഉണ്ടാക്കാം. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു കീടനാശിനിയെ കുറിച്ചാണ് പറയാനുണ്ടായിരുന്നത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ വീഡിയോ തുടങ്ങുമ്പോൾ പറഞ്ഞ പോലെ തന്നെ സംശയങ്ങളുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക. പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.